എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് കനകയാണ്. കനക ദേഷ്യപ്പെട്ട് നന്ദുവിനോട് ചോദിക്കുവാണ്, നീയും അനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ അവൻ്റെ ഫോട്ടോയും കണ്ട് ദിവാസ്വപ്നവും കണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ദേവയാനി കാണിക്കുന്നുണ്ട്. ദേവയാനി ആദർശനോടും നയനോടുമായിട്ട് പറയുവാണ്, ഇനി ആരും അനാമികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കരുത്, അവളെ കണ്ടതായിട്ട് പോലും ഭാവിക്കരുത് എന്നൊക്കെ പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും അനിയുടെ ജീവിതം രക്ഷപ്പെടണം. ആദ്യം തൊട്ടേ അവന് അനാമികയോട് ഇത്തിരി എതിർപ്പുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഇനി നമ്മൾ അവൾക്ക് വലിഞ്ഞു കയറി വന്ന ഒരു പട്ടിയുടെ വില പോലും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകാറുണ്ടല്ലോ, അങ്ങനെ പിണങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം. അങ്ങനെ പിണങ്ങിപ്പോയാൽ ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരാത്ത രീതിയിൽ അവളുടെ മനസ്സ് മടുപ്പിച്ച് വേണം ഇവിടുന്ന് വിടാൻ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഏതായാലും അനാമിക അവിടുന്ന് തട്ടി പുറത്ത് കളയാൻ തന്നെ ദേവയാനി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അനാമികയും ജലജയും അഭിയും ഒക്കെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അനാമിക പറയുവാണ്, ഈ വീട്ടിൽ 2 നയമാണ് ഉള്ളത്, ആദർശനും നയനിക്കും ഒരു നയം, ബാക്കിയുള്ളവർക്കും മറ്റൊരു നയം, അതാണ് ഇവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ചൂട് പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് ആകെ ടെൻഷനോട് കൂടി വിഷമിച്ച് ഇങ്ങനെ ആകെ തളർന്നിങ്ങനെ നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.